വന്നില്ലെങ്കിൽ എൻ്റെ അവിടെ വരട്ടെ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഞങ്ങളാരും അത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അല്ല, എൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി പറഞ്ഞ ഈ സമൻസ് 2025 ഒക്ടോബർ 11 മലയാള മനോരമ പുറത്തുവിട്ടതാണ്. മുഖ്യമന്ത്രി കൃത്യമായും വ്യക്തമാക്കി കഴിഞ്ഞു, ഈ സമൻസ് എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ക്ലിഫ് ഹൗസിൽ ലഭിച്ചിട്ടില്ല. അങ്ങനെ ലഭിച്ചെങ്കിൽ മാത്രമല്ലേ അതിന് മറുപടി പറയേണ്ടതുള്ളൂ. എൻ്റെ മകനും വിവേകിനും അത് ലഭിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അത് എന്നോട് പറയുമായിരുന്നു, അക്കാര്യം എന്നോട് പറയുമായിരുന്നു. ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവനും ആ സമൻസ് ലഭിച്ചിട്ടില്ല. പിന്നെ സമൻസ് എവിടെ നിന്ന് ഉത്ഭവിച്ചു, എങ്ങോട്ട് പോയി? എവിടെയാണ് ഈ പറയുന്ന ഏജൻസിയുടെ സമൻസോ എന്താണ് സമൻസ് കൊടുത്തത്? എവിടെയാണ് കൊടുത്തത്? ആരെ കയ്യിലാണ് കൊടുത്തത്? ആർക്കാണ് അയച്ചത്? എന്താണ് മലയാള മനോരമയും ഈ ഏജൻസിയും തമ്മിൽ ഇത്ര വലിയ ബന്ധം? എങ്ങനെയാണ് വളരെ വേഗം അവരുടെ കയ്യിലേക്ക് റിപ്പോർട്ട് വരുന്നത്? ആരെയും കയ്യിൽ ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലല്ലോ. റിപ്പോർട്ട് കിട്ടിയിട്ട് മറുപടി കൊടുക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ലല്ലോ. ഉടനെ പ്രതിപക്ഷ നേതാവ് സതീശനടക്കമുള്ള ആളുകൾ അതുമായിട്ട് പ്രതികരണമായിട്ട് വരികയാണല്ലോ. എന്താ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്താ പ്രതികരിക്കേണ്ടത്? നിങ്ങളൊരു കടലാസ് അയച്ചു എന്ന് പറയുന്നത് ആ കടലാസ് ഇങ്ങോട്ട് താന്ന് ഞാൻ പറയണോ? ഏജൻസികളുടേതായ രീതികൾ സ്വീകരിക്കൂലേ സാധാരണഗതിയിലുണ്ടെങ്കിൽ? വലിയ ചോദ്യമാണ് ഉയരുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് അത്തരമൊരു സമൻസ് എനിക്ക് എൻ്റെ വീട്ടിൽ ലഭിച്ചിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ സമൻസ് എവിടെ നിന്ന് ഉത്ഭവിച്ചു? ആര് അത് തയ്യാറാക്കി? അത് എങ്ങോട്ടേക്ക് കൈമാറി? എങ്ങനെ മലയാള മനോരമയ്ക്ക് ലഭിച്ചു? അതിൽ മറ്റു പ്രധാനപ്പെട്ട പ്രശ്നവും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. വിവേക് കിരൺ എന്നാണ് അഡ്രസ്സ്, പ്രേക്ഷകർക്ക് കാണാം. അതിന് താഴെ പേന കൊണ്ട് എഴുതി ചേർത്തിരിക്കുകയാണ് സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന് എഴുതി ചേർത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സമൻസ് തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തണം. അവിടെ എത്തുന്ന എല്ലാ കത്തുകൾക്കും രേഖയുണ്ട്. അത് എങ്ങനെ നേരിട്ട് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത്? തപാൽ വഴിയാണോ? തപാൽ വഴിയാണെങ്കിൽ അത് രജിസ്റ്റേർഡ് തപാലായിരിക്കുമല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടാകണം. അത് ആര്? അതല്ലെങ്കിൽ ഈ വിവേക് കിരൺ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ തന്നെയാണോ? പിന്നീട് ഈ സമൻസിൽ എഴുതി ചേർത്തതാണോ പിണറായി വിജയന്റെ പേര് എന്ന സംശയമൊക്കെ ഉയരുന്നുണ്ട്. രണ്ടുപേർക്കും ലഭിച്ചിട്ടില്ല. ക്ലിഫ് ഹൗസ് ലഭിച്ചിട്ടില്ല, മുഖ്യമന്ത്രിയുടെ മകനും ലഭിച്ചിട്ടില്ല. അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹത്തിന്റെ അഡ്രസ്സിലല്ല സമൻസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്, ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സിലാണ്. അപ്പോൾ തീർച്ചയായും ക്ലിഫ് ഹൗസിലെത്തണം. എത്തിയില്ലെങ്കിൽ ഈ സമൻസ് എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു? അത് എങ്ങനെ മലയാള മനോരമയ്ക്ക് ലഭിച്ചു? വലിയ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട് മലയാള മനോരമയും അതേപോലെ തന്നെ ഇഡിയും. അന്വേഷണ ഏജൻസിയാണ് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടത്. ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത് SLC ലാവലിൻ കേസിലാണ് ഇത്തരമൊരു സമൻസ് തയ്യാറാക്കിയത് എന്നാണ്. ആ സമൻസ് പക്ഷേ ആർക്കാണോ അയക്കേണ്ടത്, അയച്ചിരുന്നോ, മുഖ്യമന്ത്രിയുടെ മകന് അയച്ചിരുന്നോ എന്ന കാര്യം ഇതുവരെയും ED വ്യക്തമാക്കിയിട്ടില്ല. അതല്ല, കമ്പ്യൂട്ടറിൽ ഒരു സമൻസ് ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയതിന് ശേഷം അത് എങ്ങോട്ടേക്കും കൈമാറിയില്ലേ, അത് അവിടെ തന്നെ വെക്കുകയാണോ ചെയ്തത് എന്നതും വിശദീകരിക്കേണ്ടത് ED തന്നെയാണ്, ED ഉദ്യോഗസ്ഥർ തന്നെയാണ്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഒക്കെ ഉൾപ്പെട്ട സംഭവമാണ്. തമാശയല്ല കാര്യങ്ങൾ, ഗൗരവമായ കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതാ സമൻസ് എവിടെ നിന്ന് കിട്ടി എന്ന് വെളിപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് മലയാള മനോരമയുടെ ലേഖകൻ എത്തിയിരിക്കുന്നു. തീർച്ചയായും അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്, മലയാള മനോരമയുടെ ഉത്തരവാദിത്വമാണ്. അതല്ലെങ്കിൽ ED വ്യക്തമാക്കണം ആർക്ക് നൽകി ഈ സമൻസ് എന്ന്. ED ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ അത് വ്യക്തമാക്കേണ്ടി വരും. കാരണം മുഖ്യമന്ത്രിയാണ് ഇതിൽ അപ്പുറത്ത് നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ.